നീ എപ്പോഴും നിന്റെ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നേ. നിന്റെ കംഫർട്ട് സോണിൻ്റെ വെളിയിലേക്ക് വരാനായിട്ട് എന്താ നീ ശ്രമിക്കാത്തേ? ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ടല്ലേ. ഇത് പറയുമ്പോൾ വളരെ എളുപ്പവും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുമുള്ള ഒരു അവസ്ഥയാണ്. എന്താണ് ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്? നമ്മൾ വളരെ നാളുകളായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്ന നമ്മുടെ ഒരു റുട്ടീൻ പോലത്തെ ഒരു അവസ്ഥ. പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പേടിയാണ്. കാരണം എന്താണ്? പണ്ട് എപ്പോഴോ നമ്മളങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരിക്കും, ആളുകൾ നമ്മളെ കളിയാക്കിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഇങ്ങനൊരു അനുഭവം വന്നാൽ ഉറപ്പായിട്ടും നമ്മൾ ഭാവിയിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയപ്പെടും. ഒരു ഫിയർ ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് എന്നൊക്കെ പറയുന്നതാണ്. ആളുകൾ എന്നെ ജഡ്ജ് ചെയ്യുമോ, ഞാൻ ഒറ്റപ്പെടുമോ, കളിയാക്കുമോ എന്നെ എന്നൊക്കെയുള്ള ചിന്തയല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കംഫർട്ട് സോണിൽ നിന്ന് ചിന്തിക്കുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മ. നമുക്ക് സ്കില്ലില്ല, നമുക്കിതൊന്നും പുതുതായിട്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല, പ്രശ്നമാകും, എല്ലാത്തൊന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ. എങ്ങനെയായിരിക്കും ഇതിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക? നമ്മൾ നേരിട്ടൊരു സാഹചര്യത്തെ ഫേസ് ചെയ്യുന്നതിന് ഏകദേശം തുല്യമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മളൊരു കാര്യത്തെ ഇമാജിൻ ചെയ്യുക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു ക്രൗഡിനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിൽ നമ്മൾ അപ്പിയർ ചെയ്യാനായിട്ടുണ്ട്. നമ്മളത് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും അല്ലേ. അയ്യോ എങ്ങനെയായിരിക്കും, എല്ലാവരും എന്നെ കളിയാക്കുമോ, ഞാൻ ഫെയിൽ ആവുമോ, എന്ത് സംഭവിക്കും? നമുക്ക് വളരെയധികം ഇമാജിൻ ചെയ്ത് പേടിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഈ ഇമാജിനേഷൻ നമുക്ക് പോസിറ്റീവായിട്ടും കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും സ്ട്രെസ്സ് കുറഞ്ഞൊരു സിറ്റുവേഷൻ, ചിലപ്പോൾ ഒരു 2 ആൾക്കാരോട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അത് നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കുന്നു. അത് ഇമാജിൻ ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് ഒക്കെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യണം. ഞാൻ അങ്ങനെ 2 ആളുകളോട് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ കംഫർട്ട് സോണിൻ്റെ വെളിയിലേക്ക് വരുന്നത് പോലെ ഞാൻ ധൈര്യത്തോടെ എനിക്ക് അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയായിരിക്കും? അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പോസിറ്റീവ് ഔട്ട്കം ഞാൻ ആലോചിക്കുന്നു. എനിക്ക് വളരെ സമാധാനം തോന്നുന്നല്ലേ. എനിക്ക് ഇത്രയും ചെയ്യാൻ കഴിയുമല്ലേ. ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും സ്ട്രെസ്സ് കുറഞ്ഞൊരു സാഹചര്യത്തെ ആദ്യം നമ്മൾ ഫേസ് ചെയ്യണം. നമുക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വലിയ ക്രൗഡിനെ ഫേസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കുറച്ചും കൂടെ ധൈര്യം ആവശ്യമുള്ള, സമയം ആവശ്യം വരുന്ന കാര്യമായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളെ ആദ്യം നമ്മൾ ഫേസ് ചെയ്യുക. അതിനുശേഷം സാവധാനം നമുക്ക് കൂടുതൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന, ഭയം തോന്നുന്ന കാര്യങ്ങളെ സാവധാനം ഫേസ് ചെയ്യുക, നമ്മൾ ധൈര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എപ്പോഴും ഇതിൻ്റെ ഔട്ട്കമ്മിനെ പറ്റി ചിന്തിക്കുക. എൻ്റെ ജീവിതം എങ്ങനെയാണ് മാറാൻ പോകുന്നത്, എത്ര പോസിറ്റീവായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് എനിക്ക് വരുന്നതെന്ന് ആലോചിച്ച് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കിനെയൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് പോസിറ്റീവായിട്ട് നമ്മളോട് തന്നെ സംസാരിച്ച് തുടങ്ങുക. സാവധാനം നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കംഫർട്ട് സോണിലേക്ക് വെളിയിലേക്ക് വരാനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സ് നമുക്ക് എടുത്തു തുടങ്ങാം അല്ലേ.